ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂരല്ല, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങൾ ചാലക്കുടി ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ആൾ വലിയൊരു മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാനാണ്. മുമ്പ് നിങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ വലിയൊരു എന്താ പറയുക, മമ്മൂക്ക ഭക്തൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സ്റ്റൈല് ബസൂക്ക സ്റ്റൈലിലാണ് മുടി വളർത്തിയത്. താടി, മുടി, കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളെ സ്റ്റൈൽ ഒരു വെറൈറ്റി സ്റ്റൈലിലാണ്, ബസൂക്ക സ്റ്റൈലാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ബസൂക്ക സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ എന്താ പറയുക മൊത്തം മമ്മൂക്കയെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ. ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂർ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണുന്നു വിശ്വസിക്കുന്നു. നമ്മൾ മുമ്പ് തന്നെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുമ്പൊരു മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു ആരാധകൻ കൂടിയുള്ള ബിജു നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ബിജു ഇപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ മമ്മൂക്കയുടെ ബസൂക്കയിലെ മമ്മൂക്കയുടെ ഗെറ്റപ്പിലാണ് ഇപ്പോൾ നടക്കുന്നത് തന്നെ. കണ്ടാ നമുക്കറിയാം, ഈ താടി, കൂളിംഗ് ഗ്ലാസ്, അതുപോലെ പോണി ടൈൽ കെട്ടിയിട്ടുണ്ട്. ബാക്കൊന്ന് കാണിച്ചേ, പോണി ടൈൽ ഉണ്ട്. കുറച്ച് കിടന്നിരിക്കും ആടാ. പോണി ടൈലൊക്കെ കെട്ടിയിട്ടാണ് ശരിക്കും വലിയൊരു കട്ട മമ്മൂക്കയുടെ ആരാധകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റൈലിൽ അദ്ദേഹം നടക്കുന്നത്. അപ്പോൾ ബിജു, എന്താണ് നമുക്ക് ഈ ബസൂക്ക എന്ന സിനിമ എത്രമാത്രം നിങ്ങൾ നോക്കി കാണുന്നു, അതിനൊന്നും പറ്റി പറയാമോ? ബസൂക്ക എന്ന് പറഞ്ഞ ഫിലിം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പടത്തിൻ്റെ കൂടുതൽ നല്ല എമ്പുരാന, അതൊരു സൈക്കോ പോലത്തെ ഒരു ഫിലിം മനസ്സിലാക്കില്ല. കാരണം മറ്റുള്ള പടത്തിനെ അപേക്ഷിച്ച് നല്ലൊരു പടം എന്നാണ് പൊതുവെ. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പേര് മമ്മൂട്ടിയിലെ ഒരുപാട് അതായത് ഒരുപാട് പേര്, അതായത് ആരാധകർ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ മോഡലാണ് അത് കണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചങ്കാണ് കേരളത്തിൽ. അതുപോലത്തെ ഒരു സിനിമ നടൻ വേറെ സിനിമ ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ ഒരു നടൻ ഇല്ല എന്നാണ് പറയാം. സംഭവം വന്നത് 73 വയസ്സിൽ സ്റ്റൈല്, ആ 73 വയസ്സായുള്ള അദ്ദേഹത്തിന്റെ സ്റ്റൈലാണ് താങ്കളും കോപ്പി ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നമുക്കൊരു എന്താ വെച്ചാൽ അങ്ങേ പോലെ ഒരു ഇത് ആവാൻ പറ്റിയിരിക്കണം. പക്ഷെ എന്നാലും അങ്ങേ പോലുള്ള ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. നമ്മളാളുടെ പടങ്ങൾ, നമ്മൾ പഴയ പടങ്ങളെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പടങ്ങൾ നമ്മളത് വീണ്ടും കണ്ടിരിക്കുന്നത്. ഇപ്പം മിനിഞ്ഞാന്ന് ഞാൻ തനിയാ വാർത്ത 2 വട്ടം കണ്ടു. ഞാൻ ഭയങ്കര എന്താ പറയുക, അതായത് ആ പടത്തിനൊക്കെ വേറെ ഒന്നും പറയില്ല. പക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ ആരാധകർക്ക് വലിയൊരു സ്വത്താണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളൊരു 40 പേര് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മോഡലിൽ തന്നെയാണ് നമ്മളിപ്പോൾ പോണത്. 40 പേര് നിങ്ങളുണ്ട്, 40 പേര് ഈ സ്റ്റൈലിലാണോ? ഈ സ്റ്റൈലിൽ. അപ്പൊ നിങ്ങളെ വെച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് എടുക്കണല്ലോ. തീർച്ചയായിട്ടും ദാസാട്ടം ഒരു ദിവസമായോ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര അതേപോലെ ഹിറ്റാവും. ഹിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പടത്തിനേറ്റവും പറയാൻ വാക്കുകളില്ല. മോഹൻലാലിന്റെ പടം 100-200 കോടി 250 കോടി ചെലവാക്കിയിട്ടാണ്. നമ്മുടെ മമ്മൂക്കയുടെ പടം വെറും 50 കോടി മാത്രം ചെലവാക്കിയുള്ള സിനിമ. മോഹൻലാലിന്റെ പടം എന്ന് പറഞ്ഞാൽ എന്തൊട്ട് പടം അത്. ഇപ്പൊ മോഹൻലാൽ പല പടങ്ങൾ ഇപ്പൊ അടുത്തിറങ്ങിയപ്പോ എന്താ പറയുക, തല്ലിപ്പൊളി പടം. ഞാൻ കുറ്റം പറയല്ല, പക്ഷെ അയാളുടെ പടം അത്ര വലിയ കാര്യമില്ല. ഇപ്പൊ ശരിക്കും ഔട്ടാണ് ആള് അല്ലേ? ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളൊക്കെ ഫീൽഡിൽ നിന്ന് പോകേണ്ട ടൈം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ 73 വയസ്സായിട്ടും ഈ മമ്മൂക്ക ഇനിയും, ഞാൻ പറയുക ഇനിയും ആള് ഓരോ ദിവസവും ഓരോ മണിക്കൂർ ആള് പിന്നെ മാറിക്കൊണ്ട്, അതായത് ചെറുപ്പണ ആള് ശരിക്കും. ഞാൻ പറഞ്ഞു വേറെ ഒന്നും എനിക്ക് പറയാറില്ല. കാരണം വെച്ചാൽ അതേപോലത്തെ ഭയങ്കര ത്രില്ല് പടമെന്നാണ് എല്ലാവരും അഭിപ്രായം.